ഹലോ പ്രിയപ്പെട്ടവരെ, മലപ്പുറം ജില്ലയിൽ നിന്നും ഒരു കസ്റ്റമർ അയച്ചു തന്ന 2 ഫാനുകളാണിത്. സാധാരണ ഫാന് BLDC ഫാനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി അദ്ദേഹം അയച്ചു തന്നതാണ്. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ വർക്ക് ഏകദേശം തീർന്നുകൊണ്ടിരിക്കുന്നു. കുറച്ച് കോയിൽ അലൈൻമെൻറ്റോടെ ചെയ്യാനുണ്ട്. സാധാരണയായിട്ട് മാഗ്നറ്റ് ഒട്ടിക്കുമ്പോഴത്തേനും സൂപ്പർ ഗ്ലൂ പോലെ പെട്ടെന്ന് ഒട്ടുന്ന ടൈപ്പ് പശയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ ചെയ്തിരിക്കുന്നത് ഈ ഫെവി ബോണ്ട് എന്ന് പറഞ്ഞൊരു പശയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ വേറൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യമായിട്ടൊക്കെ കിറ്റ് ഫിറ്റ് ചെയ്യുന്നവർ ഇതാണ് ഫെവി ബോണ്ട് എന്ന പശ. ആദ്യമായിട്ടൊക്കെ ഫിറ്റ് ചെയ്യുന്നവർ ചിലപ്പം ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ പെട്ടെന്ന് ഒട്ടുന്ന പശയാണെങ്കിൽ പിന്നെ പൊളിച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ ഈ സൈഡൊക്കെ അടന്നു പോകും. അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ ഫെവി ബോണ്ട് ഗം ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും രീതിക്ക് ഒന്ന് പൊളിച്ചെടുക്കണമെങ്കിൽ ഒരു ചില പെട്രോളോ അല്ലെങ്കിൽ ഒരു ടിന്നറോ വല്ലോ ആ സൈഡിൽ ഒരു 1-2 തുള്ളി ഒഴിക്കുകയാണെങ്കിൽ അത് ഇളകിപ്പോരും. മറ്റേ നമ്മുടെ പശയാണെങ്കിൽ സൂപ്പർ ഗ്ലൂ പോലത്തെ പശയാണെങ്കിൽ ഇളക്കിയെടുക്കാൻ പ്രയാസം വരും. അപ്പോൾ അതൊന്ന് പറയാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. ഒരുപാട് ആൾക്കാർ വിളിച്ച് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ ഈ കിറ്റ് എല്ലാവർക്കും ഫിറ്റ് ചെയ്യാവുന്നതാണ്. എൻ്റെ എല്ലാ ടെക്നിക്കൽ സപ്പോർട്ടുകളും നമ്മൾ തരുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് ഫിറ്റ് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ അലൈൻമെൻറ്റ് ശരിയാകാതെ വരുമ്പം വീണ്ടും ആ റിങ് ചിലപ്പം ഇളക്കേണ്ട ഒരവസ്ഥ വരും. അപ്പം നമ്മൾ മറ്റേ സൂപ്പർ ഗ്ലൂ പോലത്തെ പശ ഇട്ട് കഴിഞ്ഞാൽ ഇളക്കിയെടുക്കും, പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മാത്രം ഞാൻ പറയാം കേട്ടോ. ഒരു കിറ്റ് ഫിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ടെക്നിക്കെല്ലാം മനസ്സിലാവും. നമ്മുടെ ഫാനും റിമോട്ടുമായിട്ട് പെയർ ചെയ്യണം. റിമോട്ടിൻ്റെ പവർ ബട്ടൺ ലോങ് പ്രസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഫാനിൻ്റെ പവർ ബട്ടൺ ഓൺ ആക്കുക. അത്ര മതി. പിന്നെ നമ്മൾ ചില കേസിൽ ഈ ഫാനിൻ്റെ ലീഫ് ഇട്ടാൽ മാത്രമേ നല്ല രീതിയിൽ വർക്കാവത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു 4-5 സെക്കൻഡൊക്കെ കറങ്ങിയിട്ട് അത് നിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പം ലീഫ് ഇട്ടേച്ച് മാത്രം അത് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഫാൻ ഓഫായി പോകും. കിറ്റ് വാങ്ങിച്ച് ഉപയോഗിച്ചവരെല്ലാം പറയുന്നുണ്ട് കറണ്ട് ബില്ലിൽ നല്ല വ്യത്യാസം വരുന്നുണ്ടെന്നുള്ളത്. BLDC ഫാന് 28 വാട്ട്സ് മുതൽ ടോപ്പ് സ്പീഡ് 35 വാട്ട്സ് വരെയൊക്കെയാണ് പവർ എടുക്കുന്നത്. അപ്പോൾ ഈ BLDC കിറ്റ് വാങ്ങാൻ താല്പര്യമുള്ളവർ നിങ്ങളുടെ അഡ്രസ്സ് ഈ വാട്സപ്പിൽ ഒന്ന് എഴുതിയാൽ മതി. അതിൻ്റെ ഡീറ്റെയിൽസ് കൂടുതലൊക്കെ പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ.